Good morning and welcome to True Even. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൽ ആദ്യത്തെ ഭാഗം നമ്മൾ എടുക്കുന്നത് ജൂറിസ്പ്രുഡൻസ് ആണ്. സോ വാട്ട് ഈസ് ജൂറിസ്പ്രുഡൻസ്? ജൂറിസ്പ്രുഡൻസ് ഇറ്റ്സെൽഫ് കൺസിസ്റ്റ് ഓഫ് ടു പെർട്ടിക്കുലർ വേർഡ്സ്, ജൂറിസ് ആൻഡ് പ്രൂഡൻസ്. സോ ജൂറിസ് എന്ന് പറഞ്ഞാൽ നിയമം, പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഓഫ് നോളജ്. സോ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും എന്ത് കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും അത് എന്താണ് എന്ന് അറിഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം പഠിക്കാനായിട്ട്. സയൻസ് നമ്മൾ നോർമലി പഠിക്കുമ്പോൾ ഈ സയൻസിനെ പറ്റിയിട്ടുള്ള ഏത് തിയറി വന്നാലും, അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ്, എന്താണ് ക്വാണ്ടം തിയറി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ലാബിൽ കൂടെ പോയിട്ട് അത് പ്രൂവൺ ആണ്. ലൈക്ക് ഇന്ന കെമിക്കൽസ് കൂടുമ്പോൾ അതിൻ്റെ ഔട്ട്കം ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ഫാക്ടേഴ്സ് വരുമ്പോൾ ഇങ്ങനെ അത് റിയാക്ട് ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലോ എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു പ്രൂവൺ തിയറി ഇല്ല. ഒരു ഡെഫിനിഷൻ അതിന് പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. സോ ഒരുപാട് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നതാണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ജൂഡിസ്പ്രുഡൻഷ്യ എന്നാണ് അതിൻ്റെ വാക്ക്. അതിൻ്റെ അർത്ഥം നിയമത്തെ അതിൻ്റെ തത്വം, അതിൻ്റെ പുറകിലുള്ള തത്വം എന്നാണ്. വാട്ട് ഈസ് ലോ എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ഇന്നും സാധിച്ചിട്ടില്ല. വാട്ട് ഈസ് ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനീഷനിലേക്ക് ഇപ്പോഴും പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ എന്നാൽ പോലും അതിലെ 5 പ്രധാനമായിട്ടുള്ള ജൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തെ പറ്റി പഠിക്കുന്ന സ്കോളേഴ്സ്, 5 പ്രധാനമായിട്ടുള്ള ജൂറിസ്റ്റുകളുടെ തിയറികൾ, അതിൽ നിന്ന് ഒരുപാട് നമുക്ക് ലോ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡെഫിനിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തിയറിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഈ ജൂറിസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സയൻറ്റിഫിക്കലി ഒരു ലാബിൽ കൂടെ കയറി ഇറങ്ങി അങ്ങനെ ഒരു തിയറിയിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അവരവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അവരവരുടെ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ട്, അവരുടെ ആ ഒരു അവലോകനമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ 5 പേരുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ആള് ജോൺ ഓസ്റ്റൻ. ജോൺ ഓസ്റ്റൻ എന്ന് പറയുന്ന ആള് ഒരു ഇംഗ്ലീഷ് ജൂറിസ്റ്റാണ്. അദ്ദേഹം ഒരു ലോയറാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ പ്രൊഫസറാണ്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന തിയറിയുടെ പേരാണ് അനാലിറ്റിക്കൽ തിയറി, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന സ്കൂളാണ് പോസിറ്റിവിസ്റ്റ് സ്കൂൾ. പോസിറ്റിവിസ്റ്റ് സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ, അവരുടെ തോട്ട്സ്, അതിന് നമ്മൾ ഒരു സ്കൂളായിട്ട് പറയുന്നു. അപ്പം ഓസ്റ്റൻ ആ ലോ എന്താണ് എന്നുള്ളതിനെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര്, അദ്ദേഹത്തിൻ്റെ അനാലിസിസ് പോലെ തന്നെ അതിനോട് സാമ്യമായിട്ട് ഒരുപാട് പേര് പറയുമ്പോൾ ആ ആൾക്കാരെല്ലാം നമ്മൾ പോസിറ്റിവിസ്റ്റ് സ്കൂളിലേക്ക് കണക്ട് ചെയ്യുന്നു. സോ ഓസ്റ്റിൻ്റെ തിയറി പ്രകാരം ലോ ഈസ് എ കമാൻഡ് ഓഫ് സോവറിയൻ ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ which obliges a person or persons to a particular course of conduct. അതായത് ലോ എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. കമാൻഡ് എന്ന് പറഞ്ഞാൽ കൽപ്പന, ഒരു ഓർഡർ ഇടുകയാണ്. ആരാണ് ഓർഡർ ഇടുന്നത്? ഇറ്റ് ഈസ് ബൈ എ സോവേറിയൻ. സോവേറിയൻ എന്ന് പറഞ്ഞാൽ പരമാധികാരി, ആ ഓർഡർ ഇടാനായിട്ടുള്ള അധികാരം ഉള്ള വ്യക്തി. ആൻഡ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ. അതായത് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള കൽപ്പന, ആ കൽപ്പന ഫോളോ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ശിക്ഷയുണ്ടാവും. ആൻഡ് ദിസ് ഒബ്ലൈജസ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഫോർ എ പെർട്ടിക്കുലർ കോഡ് ഓഫ് കണ്ടക്ട്. അതിനെ ഭയന്നുകൊണ്ട് ആൾക്കാർ ഒരു പെർട്ടിക്കുലർ രീതിയിൽ പ്രവർത്തിക്കുന്നു. സോ ഓസ്റ്റിൻ്റെ തിയറി പ്രകാരം ഒരു കമാൻഡ് വേണം. ആ കമാൻഡ് വന്നിരിക്കുന്നത് ഒരു പരമാധികാരിയിൽ നിന്നായിരിക്കണം. അതിനെ മറികടന്നാൽ അല്ലെങ്കിൽ അത് ഒബേ ചെയ്യാതിരുന്നാൽ അവിടെ ഒരു ശിക്ഷയും ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഓസ്റ്റിൻ്റെ പോസിറ്റിവിസ്റ്റ് സ്കൂൾ പറയുന്നത്. പക്ഷേ ദിസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മൊറാലിറ്റി. നീതി, ന്യായം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഓസ്റ്റിൻ്റെ തിയറിക്ക് എന്തുകൊണ്ടാണ് ആ കമാൻഡ് വന്നിരിക്കുന്നത്,
അല്ലെങ്കിൽ ആ കമാൻഡിൻ്റെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള നീതിയോ ന്യായമോ അങ്ങനെയുള്ളതിന് ബേസ് ചെയ്തിട്ടാണോ അത് വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അത് സൈലൻ്റ് ആണ്. ഓസ്റ്റിൻ്റെ തിയറി പറയുന്നത് ഒരു കമാൻഡ് ഉണ്ട്, ആ കമാൻഡ് ഒരു സോവറിയൻ പുറപ്പെടുവിക്കുന്നു, അത് എല്ലാവരും ഫോളോ ചെയ്യണം, ഫോളോ ചെയ്തില്ല എങ്കിൽ അവിടെ ഒരു ശിക്ഷയുണ്ടാവും. സോ ഇത് ഏത് തരത്തിലുള്ള നിയമത്തിനെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? ഡെഫിനറ്റ്ലി യെസ്, ക്രിമിനൽ ലോ അതിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് സപ്പോർട്ട് ചെയ്യുക. സിവിൽ ലോസ്, അതായത് പെനാലിറ്റി വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്, ഇന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. കസ്റ്റമറി ലോ, റിലീജിയസ് ലോ, നമുക്ക് വേറെയും ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന നിയമങ്ങളെയാണ് നമ്മൾ കസ്റ്റമറി ലോ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് റിലീജിയസ് ലോ ഉണ്ട്. റിലീജിയസ് ലോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനെ വിശ്വസിക്കുന്ന ആൾക്കാർ അവർ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റിലീജിയസ് ലോ എന്ന് പറയുന്നത്. ദെൻ കംസ് ഇൻ്റർനാഷണൽ ലോ. ഇൻ്റർനാഷണൽ ട്രേഡും കാര്യങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ലോസ് ഫോളോ ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ ഓസ്റ്റിൻ്റെ ഈ തിയറി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓസ്റ്റിൻ്റെ തിയറി പറയുന്നത് ഒരു കമാൻഡ് ഉണ്ട്, ആ കമാൻഡിന് ഒരു സാങ്ഷൻ ഉണ്ട്. അല്ലാതെ എങ്ങനെയാണ് ആ നിയമം വന്നത്, എങ്ങനെയാണ് ആ കമാൻഡിലേക്ക് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം സൈലൻ്റ് ആണ്. അതുതന്നെയാണ് അതിൻ്റെ നെഗറ്റിവിറ്റി. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നതിൽ it is backed by a sanction and there is a command there and it is enforced by punishment for disobedience ആണ്. സോ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കമാൻഡ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ലോ ആയിട്ട് മാറുന്നുള്ളൂ. കമാൻഡ് പറയാത്ത നിയമങ്ങൾ, കസ്റ്റമറി ലോ ആയിക്കോട്ടെ, റിലീജിയസ് ലോ ആയിക്കോട്ടെ, ചില സമയത്ത് നിയമങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉണ്ടാവുള്ളൂ ബില്ലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നിയമത്തിൻ്റെ പട്ടികയിൽ അദ്ദേഹം പെടുത്തിയിട്ടില്ല. Austin says there is a command by a sovereign which is backed by a punishment. അതിനെയാണ് അദ്ദേഹം നിയമം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് അല്ല. ഇതിൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അദ്ദേഹം പലതരത്തിലുള്ള മറ്റുള്ള നിയമങ്ങളെ മറികടന്നിരിക്കുന്നു. കസ്റ്റമറി ലോ, റിലീജിയസ് ലോ, ഇൻ്റർനാഷണൽ ലോ അല്ലെങ്കിൽ ബിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. അടുത്തത് സാൽമണ്ട്. സാൽമണ്ട് അല്ലെങ്കിൽ ജോൺ വില്യം സാൽമണ്ട്, സർ ജോൺ വില്യം സാൽമണ്ട്. ഇദ്ദേഹം ഒരു ലോയറായിരുന്നു. ഇദ്ദേഹം ന്യൂസിലൻഡ് സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്നു. ആൻഡ് ഹീ ഈസ് ഓൾസോ എ ലീഗൽ സ്കോളർ. What does he say about law? He says law is a body of principles recognized and applied by the state in the administration of justice. So he says that law is a body of principles. നീതിന്യായങ്ങളുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നീതിന്യായം? ഇറ്റ് ക്യാൻ ബി ഈക്വിറ്റി, ഇറ്റ് ക്യാൻ ബി ഫെയർനെസ്, ഇറ്റ് ക്യാൻ ബി ജസ്റ്റിസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നീതിന്യായങ്ങളുടെ ഒരു കൂട്ടായ്മ. ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. അവിടെയും ആക്സെപ്റ്റബിൾ ആയിരിക്കണം, ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം? റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ്. റെക്കഗ്നൈസ്ഡ്, അംഗീകരിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ആര്? സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിന് ഒരു വ്യക്തമായിട്ടുള്ള ടെറിറ്ററി ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ടെറിറ്ററി, ഒരു വ്യക്തമായ പ്രദേശത്തെ ആൾക്കാർ ഒബ്വിയസ്ലി ദർ വിൽ ബി പീപ്പിൾ ഓൾസോ. ടെറിറ്ററി മാത്രമല്ല, പീപ്പിളും ഉണ്ടാവും. സോ വെയർ ദർ ഇസ് എ ടെറിറ്ററി, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിറ്ററിയിൽ കുറച്ച് ആൾക്കാർ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സോവറിയൻ, ആ സോവറിയൻ കൊണ്ടുവരുന്ന ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, അതിനെ ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് പ്രാക്ടിക്കൽ പോയിന്റാണ് അദ്ദേഹം പറയുന്നത്, കമാൻഡ് അല്ല. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. സോ പ്രാക്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ആ ഡിസ്പ്യൂട്ടിലേക്ക് ഈ നീതിന്യായത്തിനെ എടുത്ത് ഉപയോഗിക്കുന്നു. ആരുപയോഗിക്കുന്നു? ഇറ്റ് ഈസ് ഡൺ ബൈ whom? Administration of justice by the machinery of courts. അദ്ദേഹം ജഡ്ജായിരുന്നു ന്യൂസിലൻഡിലെ സുപ്രീം കോടതിയിൽ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൂടുതൽ കോടതി വഴിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു കൂട്ടം നീതിന്യായ വ്യവസ്ഥയെ ഒരു വ്യക്തമായിട്ടുള്ള ടെറിറ്ററിയിലുള്ള ആൾക്കാരുടെ ഡിസ്പ്യൂട്ട്സ് വരുന്ന സമയത്ത് ആ ടെറിട്ടറിയുടെ അധികാരപ്പെട്ട കോടതി ആ നിയമന്യായങ്ങളെ അവിടെ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ആ ഡിസ്പ്യൂട്ട്സ് തീർക്കാൻ വേണ്ടി. അപ്പോൾ അൺലൈക്ക് ഓസ്റ്റിൻ ഹൂ സേസ് ദാറ്റ് ഇറ്റ് ഇസ് എ കമാൻഡ് ഓഫ് സോവറിനിറ്റി, ഒരു ഗവൺമെൻറ്റിൻ്റെ കമാൻഡാണ്
ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടി നിയമത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് ഹീ സേസ് ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ് ഈസ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് വിച്ച് ദ കോർട്ട് അപ്ലൈ വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട്. ഇവിടെയും ഹീ ഈസ് സൈലന്റ് അബൌട്ട് കസ്റ്റംസ്. കോടതി കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെയും സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ കോടതി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രമേ, ബോഡി ഓഫ് പ്രിൻസിപ്പിൾസിനെ മാത്രമേ അദ്ദേഹം നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നുള്ളൂ. സോ വാട്ട് ഈസ് ലോ എന്ന് നമ്മൾ സാൽമണിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ദ കോർട്ട് അപ്ലൈസ്. സോ വാട്ട് അബൌട്ട് ദ ലോസ് ദ കോർട്ട് ഡസ് നോട്ട് അപ്ലൈ? കസ്റ്റമറി ലോ ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ലോ ആയിക്കോട്ടെ, ഡിസ്പ്യൂട്ട് വരുമ്പോൾ അതിനെ ഉപയോഗിക്കാത്ത കാര്യങ്ങളെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ എ ഡിസ്പ്യൂട്ട് ഹാപ്പൻസ്. അതാണ് അതിൻ്റെ വിമർശനം. ദെൻ കംസ് ഹോളണ്ട്. ഹോളണ്ട് എന്ന് പറയുന്ന തോമസ് എർക്സൺ ഹോളണ്ട്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ജൂറിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹീ ഈസ് എ പ്രൊഫസർ ഓഫ് ഇൻ്റർനാഷണൽ ലോ ഇൻ ഓക്സ്ഫോർഡ്. ഹീ കംസ് മോർ ക്ലോസ് ടു പോസിറ്റിവിസം. ആദ്യത്തെ നമ്മുടെ ഓസ്റ്റിൻ്റെ പോസിറ്റിവിസ്റ്റ് തിയറിക്ക് കുറേ കൂടി ക്ലോസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഹീ സേസ് ഇറ്റ് ഈസ് എ ജനറൽ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ എൻഫോഴ്സ്ഡ് ബൈ എ സൊവേറിയൻ പൊളിറ്റിക്കൽ അതോറിറ്റി. ഹീ സേസ് കുറച്ചുകൂടി അതിനെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ജനറൽ റൂൾ. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാ ആൾക്കാരും, ഒരു ടെറിട്ടറിയിൽ വരുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ പരിധിയുടെ ഉള്ളിലേക്ക് വരുന്നു. ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ. എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ തോട്ട് പ്രോസസ്സോ അതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷനെയോ അവിടെ ഒട്ടും തന്നെ കാണിക്കുന്നില്ല. ഒട്ടും തന്നെ അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഹീ സ്പീക്സ് ഓൺലി അബൌട്ട് ദി ആക്ഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ്. ദാറ്റ് ആക്ഷൻ കുഡ് ബി ക്രിമിനൽ ഓർ സിവിൽ. He speaks about a particular person's action, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ആക്ഷൻ. ആ ആക്ഷൻ അതിനെ എങ്ങനെയാണ് വരുന്നത്? എൻഫോഴ്സ്ഡ് ബൈ എ സൊവേറിയൻ പൊളിറ്റിക്കൽ അതോറിറ്റി. സോ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എക്സ്റ്റേണൽ ആക്ഷനെ എങ്ങനെയാണ് അവിടുത്തെ സൊവേറിയൻ, അത് പരമാധികാരി, പൊളിറ്റിക്കൽ അതോറിറ്റിയുള്ള പരമാധികാരി എങ്ങനെയാണ് അതിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹോളണ്ട് പറയുന്നത്. ഹീ സ്പീക്സ് അബൌട്ട് ഔട്ട്വേർഡ് എക്സ്റ്റേണൽ കണ്ടക്ട് ആൻഡ് നോട്ട് മിയർ തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ്. ഇവിടെ ഇറ്റ് റിക്വയേഴ്സ് എൻഫോഴ്സ്മെൻറ്റ് ബൈ പൊളിറ്റിക്കൽ സൊവേറിയൻ. സോ അങ്ങനെ പറയുമ്പോൾ ആ എൻഫോഴ്സ്മെൻറ്റ് ബൈ പൊളിറ്റിക്കൽ സൊവേറിയൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വെരി ക്ലോസ് ടു ഓസ്റ്റിൻസ് തിയറി. ഓസ്റ്റിൻ്റെ തിയറിയാണ്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്ത് അതിലേക്ക് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷേ അവിടെയും ഹി ഹാസ് ഗിവൺ ഓവർ എംഫസിസ് ടു ദ സൊവേറിനിറ്റി. സൊവേറിനിറ്റി പറയുന്നതാണ് അവിടെയും നിയമം. സോ സൊവേറിനിറ്റി പറയാത്ത കാര്യങ്ങൾ, കസ്റ്റമറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലീജിയസ് ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ലോ ആയിക്കോട്ടെ, അതൊന്നും അവിടെയും പരിധിയിലേക്ക്, നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്. ദെൻ വി സ്പീക്ക് അബൌട്ട് ബ്ലാക്ക്സ്റ്റോൺസ് തിയറി. സർ വില്യം ബ്ലാക്ക്സ്റ്റോൺ. വില്യം ബ്ലാക്ക്സ്റ്റോൺ ഈസ് എൻ ഇംഗ്ലീഷ് ജഡ്ജ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ജഡ്ജായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡിൻ്റെ ലോ പ്രൊഫസറും ആയിരുന്നു. ഹീ ബ്ലെൻഡ്സ് നാച്ചുറൽ ലോ ആൻഡ് പോസിറ്റിവിസം. അദ്ദേഹം എന്താ പറയുന്നത്? ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട്. അവിടെ സിവിൽ കണ്ടക്ട് ആയി, ക്രിമിനൽ വിട്ടു. സിവിൽ കണ്ടക്ട് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം പവർ. സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ ദൈവം. ഇൻ എ സ്റ്റേറ്റ് കമാൻഡിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് പ്രോഹിബിറ്റിംഗ് വാട്ട് ഈസ് റോങ്. സോ ദൈവം പറയുന്നതാണ്. ദൈവം കുറേ പ്രിസ്ക്രൈബ്ഡ് കണ്ടക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്നുള്ളത്. അതിനാണ് നിയമം എന്ന് പറയുന്നത്. നൗ ദിസ് ഈസ് വെരി വീക്ക്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പ്രാക്ടിക്കാലിറ്റിക്ക് അതൊട്ടും തന്നെ സ്യൂട്ടബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തിയറിക്ക് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. ദെൻ കംസ് കെൽസൺ. കെൽസൺസ് പ്യോർ തിയറി ഓഫ് ലോ. കെൽസന്റെ തിയറി പറയുന്നത് ഇറ്റ് ഈസ് എ നോർമേറ്റീവ് സയൻസ്. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ നോംസ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് നോംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നൗ ദർ ആർ സർട്ടൻ അൺറിട്ടൺ കോഡ് ഓഫ് ഹൗ ഡു വി കണ്ടക്ട് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കുറേ അൺറിട്ടൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് വി യൂഷ്വലി ഫോളോ. അത് ഒരു ഫോർമാറ്റീവ് ആയിട്ടുള്ളൊരു വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൊരു സംഭവമല്ല. സോ ദിസ് ഇസ് സംതിങ് വിച്ച് വി ആർ ഓട്ട് ടു ഫോളോ.
അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. സോ ഒരു നോർമേറ്റീവ് സയൻസ് ആണ്. നൗ ഹി ബിലീവ്സ് ഇൻ ദ ഹൈറാർക്കി ഓഫ് നോംസ്. ആ നോംസ് എങ്ങനെയാണ് വരുന്നത്? ലൈക്ക് ഏറ്റവും മുകളിലുള്ള ആൾ, സുപ്രീം ആയിട്ടുള്ള ആൾ, താഴെയുള്ള അയാൾ പറയുന്നത് താഴെയുള്ള ആൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യണം. അതിന് താഴെയുള്ള ആൾ ഈ മേലെ രണ്ടുപേര് പറയുന്നത് ഫോളോ ചെയ്യണം. സോ ഹി ഹാസ് ആക്ച്വലി ബിൽഡ് എ പിരമിഡ്. ആ പിരമിഡിനാണ് നമ്മൾ ഗ്രണ്ട് നോം തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രണ്ട് നോം പിരമിഡ് എന്ന് പറയുന്നത്. സോ ഹി ഹാസ് ബ്രോട്ട് ഇൻ എ ഗ്രണ്ട് നോം തിയറി wherein he says സുപ്രീമിലിരിക്കുന്ന ആൾ. സോ നമ്മളെ സംബന്ധിച്ചോളം, ലീഗലിനെ സംബന്ധിച്ചോളം, ഇഫ് യു ടേക്ക് ഇറ്റ് ദാറ്റ് ഇൻ ടു ദ പ്രാക്ടിക്കൽ സെൻസ്, ഏറ്റവും മുകളിലിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രകാരം സ്റ്റാറ്റ്യൂട്ട് ഫോമുലേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് പ്രകാരം ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ഫോം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴെ അതിനെ നമ്മൾ കോടതിയിൽ കൊണ്ടുവന്നിട്ട് അവർ ജുഡീഷ്യൽ ഡിസിഷൻസ് ഉണ്ടാക്കുന്നു. ആ ജുഡീഷ്യൽ ഡിസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ തിയറി, ഗ്രണ്ട് നോം തിയറി അക്കോർഡിംഗ് ടു ഹിം, വിച്ച് ഇസ് ആക്ച്വലി എ പിരമിഡ്. ഇവിടെയും he has given the validations. ഏറ്റവും മുകളിലുള്ള ആൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രകാരം സ്റ്റാറ്റ്യൂട്ട് വരണം. സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് കുറച്ച് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് കൊടുക്കുന്നു. അത് പ്രകാരം ജുഡീഷ്യൽ ഡിസിഷൻസ് ഫോം ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫൈൻ. ഓരോരോ താഴെ വരുന്ന ഓരോരോ പ്രവൃത്തികൾക്ക് മുകളിൽ നിന്ന് വാലിഡേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അവിടെയും നിയമം എന്താണ് എന്നുള്ളത് പറയുന്നില്ല. സോ ബേസിക്കലി നിയമം എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റിന് വൺ ഹാർഡ് ഡെഫിനിഷൻ ഇല്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് നിയമം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 3 പേരുടെ തിയറി, അതായത് ഓസ്റ്റിൻ്റെയും സാൽമണിൻ്റെയും ഹോളണ്ടിൻ്റെയും തിയറി എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ നിയമം മുന്നോട്ട് പോകുന്നത്. ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഡെഫിനിഷൻ നിയമത്തിന് ഇല്ല. ഓസ്റ്റിൻ എന്താ പറയുന്നത്? കമാൻഡാണ്, സോവേറിയൻ്റെ കമാൻഡാണ്. ആ കമാൻഡ് ഫോളോ ചെയ്തില്ല എങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുന്നു. സാൽമൺ പറയുന്നത് അത് മെഷീനറി ഓഫ് കോടതിയാണ്. ഒരു ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ കുറേ നിയമങ്ങളുണ്ട്, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ആ ഡിസ്പ്യൂട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി ഹോളണ്ട് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്, സുപ്രീം പവർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ പറയുന്ന 3 ജൂറിസ്റ്റിൻ്റെ അനാലിസിസ് ആയിട്ട്, തിയറി ആയിട്ട് ഏകദേശം കണക്ഷൻ ഉള്ളതാണ്. സോ സ്റ്റിൽ ടെൽ യു, ഇപ്പോഴും ലോ എന്താണ് എന്നുള്ള ക്വസ്റ്റിന് ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. നമ്മൾക്ക് ഈ 3 പേരുടെ തിയറിയാണ് നിങ്ങളെ സംബന്ധിച്ചോളം, PSC സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ആരാണെന്നോ അല്ലെങ്കിൽ ഈ 3 തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി വരാറ്. ഓക്കെ, നൗ വി ഗെറ്റ് ഇൻ ടു സോഴ്സസ് ഓഫ് ലോ. ലെജിസ്ലേഷൻ, സോഴ്സസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഹൗ ഇസ് ദിസ് ഒറിജിനേറ്റഡ്? നിയമം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ആ നിയമം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയമം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയതിനു ശേഷം, രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് ആയതിനു ശേഷം നിയമം ഉണ്ടാക്കാനുള്ള റൈറ്റുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൂടെ നോർമലായി വരുന്ന നിയമങ്ങളാണ് നമ്മളിപ്പോൾ സ്റ്റാറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നതും. അങ്ങനെയുള്ള നിയമങ്ങളാണ് നമുക്ക് കൂടുതലുള്ളതും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു രാജ്യത്തും ഒരു പെർട്ടിക്കുലർ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള നിയമങ്ങളെ ഈ സ്റ്റാറ്റ്യൂട്ട് കൊണ്ട് മറികടക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സതി നമ്മൾ നിർത്തലാക്കി. സതി എന്ന് പറയുന്നത് വളരെ ദുഷിച്ച ഒരു ആചാരമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ നിർത്തലാക്കി. സ്ത്രീധനം, ഡൗറി, നമ്മളതിനെ നിർത്തലാക്കി. സോ അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ, അതും നിയമം തന്നെയാണ്. അതിനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് വഴി ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങൾ വേണം. അതുപോലെ തന്നെയാണ് റിലീജിയസ് ലോ. നമ്മൾ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വരുന്ന നിയമങ്ങൾ, അത് ഹിന്ദുയിസം, മുസ്ലിം, എത്രയൊക്കെ ആൾക്കാരുണ്ട്, ഏതൊക്കെ റിലീജിയനെ വിശ്വസിക്കുന്നവരുണ്ടോ അവരുടെ എല്ലാം ഗ്രന്ഥങ്ങൾ, മതാചാരങ്ങൾ എന്ന് പറയും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇവിടെ നിങ്ങളുടെ സിലബസിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ലെജിസ്ലേഷനും, 2 പ്രസിഡൻസ്. ഈ 2 സോഴ്സസ് ഓഫ് ലോ ആണ് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ എംഫസൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ലെജിസ്ലേഷൻ? Legislation is that source of law which consists of the declaration or enactment of legal rules by a competent authority having the power to do so. So,
ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എനാക്ട്മെന്റ് ഓഫ് ലീഗൽ റൂൾസ്. ലീഗൽ റൂൾസിനെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഫോമിലൂടെ കൊണ്ടുവന്നത്. ദർ ഇസ് എ ഫോർമൽ ലോ മേക്കിംഗ് സിസ്റ്റം ഇൻ എവറി ഡെമോക്രാറ്റിക് കൺട്രി. സോ ആ ഫോർമൽ ലോ മേക്കിംഗ് സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്ന് എഴുതി വെച്ച്, എനാക്ട് ചെയ്ത് എഴുതി വെച്ച് അതിനെ ഇന്ന ദിവസം മുതൽ നമ്മൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കൊണ്ടുവരും, എക്സിക്യൂട്ട് ചെയ്യും എന്നൊരു ഡേറ്റ് വെച്ച് കൊണ്ടുവരുന്ന നിയമത്തിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. ഇത് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതാത് ഡെമോക്രാറ്റിക് കൺട്രിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മാത്രമേ അതിനെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് വിച്ച് ദേ ഹാവ് ദ പവർ ടു ഡു സോ. അവർക്ക് മാത്രമേ ആ പവർ ഉള്ളൂ. അങ്ങനെ പവർ ലഭിച്ചിട്ടുള്ള ലെജിസ്ലേറ്റീവ് അതോറിറ്റിക്ക് മാത്രമേ അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹാസ് ടു അണ്ടർഗോ ഒരു ഫോർമൽ ലോ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റിയിട്ട് പുതിയതായിട്ട് ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരണമെങ്കിൽ അത് എന്താണ് എന്ന് വ്യക്തമായി പഠിക്കാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് കൂട്ടമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ചതിന് ശേഷം അവർ നിയമസഭയിലേക്ക് ഒരു ബില്ല് കൊണ്ടുവരുന്നു, ഒരു കരട് ബില്ല് കൊണ്ടുവരുന്നു, കരട് രേഖ കൊണ്ടുവരുന്നു. അതിനെ അവിടെ വ്യക്തമായി പഠിച്ച് ഡിബേറ്റ് ചെയ്ത് അത് പാസ്സാക്കുന്നു. അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ടൈം പീരീഡും കൊടുത്തിട്ടുണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ അതിനെ പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇന്ന ദിവസം മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. സോ ആ പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്ന നിയമത്തിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ ഡെമോക്രാറ്റിക് കൺട്രി അവർ വ്യക്തമായ പഠനത്തിന് ശേഷം, വ്യക്തമായ ഫോർമലായിട്ടുള്ള അതിൻ്റെ രീതികളിൽ കൂടെ പോയതിന് ശേഷം അവർ കൊണ്ടുവരുന്ന നിയമത്തിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ട്, ആക്ട്, അങ്ങനെയല്ല നമ്മളതിനെ പറയുന്നു. There are two types of legislation. One is supreme legislation and the other one is subordinate legislation. Now what is supreme legislation? Supreme legislation എന്ന് പറഞ്ഞാൽ that comes from the direct power. അതായത് കോമ്പീറ്റൻറ്റ് പവർ, നേരത്തെ പറഞ്ഞിട്ടുള്ള കോമ്പീറ്റൻറ്റ് പവർ പാർലമെൻറ്റ്, അവർ ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന സ്റ്റാറ്റ്യൂട്ടിനെയാണ് നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരാണ് കൊണ്ടുവരുന്നത്, സെൻട്രൽ. അപ്പം അവർ കൊണ്ടുവരുന്ന ആക്ട്, ആ ആക്ടിനെ റിപ്പീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വയ്ക്കാം, റിപ്പീൽ ചെയ്യാനോ അനൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ അതിലെ എമെൻഡ് ചെയ്യാനോ അതിനൊക്കെ ഉള്ള പവർ സുപ്രീം ലെജിസ്ലേഷന് മാത്രമേ ഉള്ളൂ, സുപ്രീം പവറിന് മാത്രമേ ഉള്ളൂ. സെൻട്രൽ കൊണ്ടുവരുന്ന ആക്ടുകളെ തിരുത്താനുള്ള റൈറ്റ് സെൻട്രൽ ലെജിസ്ലേഷന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു ആക്ടിലെ എല്ലാ കാര്യങ്ങളും, റൂൾസ്, പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതാനുള്ള സമയമോ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കാര്യമോ അവർക്കില്ല. അപ്പോൾ അവർ തൽക്കാലം ആ റൈറ്റ് അടുത്ത ആൾക്ക്, അവരുടെ താഴെയുള്ള ആൾക്ക് കൊടുക്കും. അത് ചിലപ്പോൾ സ്റ്റേറ്റ് ആവാം, ചിലപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നതാവാം. സോ അങ്ങനെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് മേലെ പറഞ്ഞിട്ടുള്ള ഫോർമലായിട്ടുള്ള ആക്ടിൻ്റെ ഫോംസ്, റൂൾസ്, റെഗുലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ചെയ്യാൻ കൊടുക്കുന്ന റൈറ്റിനെയാണ് നമ്മൾ ഡെലഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ റൂൾസ്, റെഗുലേഷൻസ് റിലേറ്റഡ് ടു ഡയറക്റ്റ് ടാക്സ്, അതിന് റൈറ്റ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനാണ്. അവരാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ റൂൾസ്, അതിൻ്റെ ഫോംസ്, അതിൻ്റെ ഫോർമാറ്റ്സ്, ഇതെങ്ങനെ വേണം ചെയ്യണം, ഏതിലൊക്കെ പെടുന്നു, എത്ര ടാക്സ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ സെൻട്രൽ ബോർഡാണ്. മനസ്സിലായോ? സോ there are supreme legislation and subordinate legislation. ഒരു രാജ്യത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിൻ്റെ ഫോർമലായ രീതിയിൽ കൂടി കൊണ്ടുവരുന്ന നിയമത്തിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ലെജിസ്ലേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റായിട്ട് ഒറിജിനലായിട്ട് ഫോം ചെയ്യുന്നതിനെ നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നു. അത് സെൻട്രൽ ആണ് ഉണ്ടാക്കുന്നത്. ഇനി അതിൽ നിന്ന് ഫോംസ്, റൂൾസ്, ലെജിസ്ലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം എഴുതാനായിട്ട് അവർ താഴെയുള്ള ആൾക്കാരെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ അതായത് കൺസേൺഡ് ആൾക്കാർ, കോമ്പീറ്റൻറ്റ് അതോറിറ്റിയെ ഏൽപ്പിക്കുന്നു. അവർ അത് ഡെലിഗേറ്റ് ചെയ്യുന്നു, താഴെക്കിടയിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ദി ഡയറക്റ്റ് ടാക്സിൻ്റെ ഫോംസ്, റൂൾസ്, റെഗുലേഷൻസ് അതെല്ലാം ഡെലിഗേറ്റഡ് ആണ്. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് precedent. Precedent is basically case laws. ഒരു പർട്ടിക്കുലർ നിയമവ്യവസ്ഥ ഒരു രാജ്യത്തുണ്ട് എന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് വന്നു, ഒരു ഡിസ്പ്യൂട്ട് വന്നു.
അപ്പോൾ ഈ നിയമത്തെ ആ പെർട്ടിക്കുലർ ഡിസ്പ്യൂട്ടിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. കാരണം ആ സെയിം ആപ്ലിക്കേഷൻ, ആ സെയിം നിയമം തന്നെയായിരിക്കും, എന്താണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സെയിം കാര്യം തന്നെയായിരിക്കും പിന്നീട് അതേപോലെയുള്ള ഒരു സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ, ആ സെയിം ഡിസ്പ്യൂട്ട് വരുമ്പോൾ ആ സെയിം നിയമമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് അപ്ലൈ ചെയ്തു പോവാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പെർട്ടിക്കുലറായിട്ട് ഒരു എക്സാമ്പിളായിട്ട് മാറും. അതായത് ഒരു നിയമം വന്നാൽ ആ നിയമം എങ്ങനെയായിരിക്കാം നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് എങ്ങനെയാണ് അപ്ലൈ വരുന്നത്, അതേ സെയിം സിറ്റുവേഷൻ വരുമ്പോൾ, സെയിം സെനാറിയോ വരുമ്പോൾ, സെയിം ഡിസ്പ്യൂട്ട് ആണെങ്കിൽ സെയിം ലോയാണ് ആപ്ലിക്കബിൾ ആവുന്നെങ്കിൽ മുന്നേ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വന്നു. ആ കുട്ടിയോട് ലേറ്റായി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ, അതേ സെയിം ശിക്ഷ തന്നെയായിരിക്കും നാളെ വേറൊരു കുട്ടിയും ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുമ്പോൾ, സെയിം റീസൺസ് കൊണ്ടാണെങ്കിൽ. ആദ്യം ലേറ്റായി വന്ന കുട്ടി എന്തെങ്കിലും അസുഖം കൊണ്ടാണ് ലേറ്റായി വന്നിട്ടുള്ളതെങ്കിൽ രണ്ടാമത് എന്തെങ്കിലും അതേപോലെയുള്ളത് മെഡിക്കൽ റീസൺസ് കൊണ്ട് വേറൊരു കുട്ടി ലേറ്റായി വരുമ്പോൾ ഈ സെയിം ലോ തന്നെയായിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടി മടി കാരണമാണ് വരാതിരുന്നതെങ്കിൽ വേറെ നിയമമായിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഫാക്ട്സ് ഓഫ് ദ കേസ് ഡിഫറെൻ്റ് ആണ്. So precedence എന്ന് പറഞ്ഞാൽ once a law is being applied to a particular case, സെയിം സിനാരിയോ, സെയിം സർക്കംസ്റ്റാൻസസ് വരുന്ന വേറെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിയുമ്പോൾ ദ സെയിം ഔട്ട്കം തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക. അതിനെയാണ് പ്രസീഡൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രസീഡൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കേസ് ലോസ് ആണ്. നമ്മൾ ലോയേഴ്സിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ വി ക്യാൻ സീ ലോട്ട്സ് ഓഫ് ബുക്സ് ദെയർ അല്ലേ. അത് ഓരോരോ കോടതികളിൽ ഓരോരോ കേസ് വഴക്കുകൾ വന്നു കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണ് ആ ബുക്കുകളിൽ വന്നിരിക്കുന്നത്. സോ ലോയേഴ്സ് യൂഷ്വലി ആ ജഡ്ജ്മെൻറ്റിനെയാണ് പഠിക്കുന്നത്. കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് ആയിരിക്കും സ്റ്റേറ്റുകളിൽ ആപ്ലിക്കബിൾ ആവുക, സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ ജഡ്ജ്മെൻ്റ് ആയിരിക്കും താഴെയുള്ള കോടതികളിൽ ആപ്ലിക്കബിൾ ആവുക. സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ സ്റ്റേറ്റിൻ്റെ കോടതിയിലും ആപ്ലിക്കബിൾ ആണ്. കേരള സ്റ്റേറ്റിലെ കേരള ഹൈക്കോടതിയിലെ ഒരു പെർട്ടിക്കുലർ ഡിസ്പ്യൂട്ട് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ നിയമം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സെയിം സെനാരിയോ പിന്നെ വരുമ്പോൾ ഈ കേസ് തന്നെയായിരിക്കും, ഈ കേസിൽ എന്താണെന്നോ ഔട്ട്കം വന്നിരിക്കുന്നത് ആ സെയിം തന്നെയായിരിക്കും കോട്ട് ചെയ്ത് അവിടെ പറയുന്നത്. ഇന്ന നിയമപ്രകാരം ഇന്ന സർക്കംസ്റ്റാൻസസിൽ ഇന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്തു. സോ അതുകൊണ്ട് ഇവിടെയും അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രണ്ണോം തിയറി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സുപ്രീം കോർട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന നിയമങ്ങൾ അവർക്കും ബാധകമാണ്, താഴത്തെ എല്ലാ കോടതികളിലും, സ്റ്റേറ്റ് ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ അതിൻ്റെ താഴെയുള്ള എല്ലാ കോടതികൾക്കും ബാധകമാണ്. ഇനി ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവുകൾ അതിൻ്റെ താഴേക്കുള്ള എല്ലാ കോടതികളിലേക്കും ബാധകമാണ്, അതിനും അതിൻ്റെ താഴെയുള്ള എല്ലാ കോടതികളിലേക്കും ബാധകമാണ്. പക്ഷെ തിരിച്ചു പോകില്ല, ആ പിരമിഡിൻ്റെ താഴോട്ട് തന്നെയാണ് വരുന്നത്. Now there are 4 types of precedents. Basically there are 2 types of precedents. One is declaratory precedent and the other one is original precedent. Declaratory precedent എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് റൂളിനെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതങ്ങനെ അങ്ങ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു. ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ടാലും ജഡ്ജിമാർക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ സിൻസ് ദർ ഈസ് ഓൾറെഡി അതിന് ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് അത് പിന്നീട് അങ്ങനെ തന്നെ സെയിം ആയിട്ട് അപ്ലൈ ചെയ്തു പോകുന്നു ടിൽ ദ സിനാരിയോ ഡിഫേഴ്സ് അല്ലെങ്കിൽ ടിൽ ദ ലോ ഡിഫേഴ്സ്. സെക്കൻഡ് വൺ ഈസ് ഒറിജിനൽ പ്രസീഡൻറ്റ്. ഒറിജിനൽ പ്രസീഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സർക്കംസ്റ്റാൻസസ് ഇതിന് മുന്നേ വന്നിട്ടില്ല, പുതിയതായിട്ടാണ് അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് വരുന്നത്. അപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമത്തിൽ നിന്ന് അതിൽ മോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എടുത്തിട്ട് അത് അവിടെ അപ്ലൈ ചെയ്യുന്നു. വൺസ് ഒറിജിനൽ പ്രസീഡൻറ്റിൽ ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദെൻ ഇറ്റ് ബിക്കംസ് എ ഡിക്ലറേറ്ററി പ്രസീഡൻറ്റ്. പിന്നെയുള്ള കാര്യങ്ങളിലെല്ലാം അത് തന്നെയായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ദർ ആർ അതോറിറ്റേറ്റീവ് പ്രസീഡൻറ്റ് ആൻഡ് പെർസ്വാസീവ് പ്രസീഡൻറ്റ്. അതോറിറ്റേറ്റീവ് പ്രസീഡൻറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബൗണ്ട് ടു ബി ഫോളോഡ് ബൈ ദ ജഡ്ജസ് ആ ഡിക്ലറേഷനെ അല്ലെങ്കിൽ ജഡ്ജസ് ആ നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ ആ പ്രസീഡൻറ്റിനെ ഫോളോ ചെയ്തു പോയേ പറ്റൂ. ബിക്കോസ് ദിസ് ഇസ് ദി അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു കേസിലോ വരുമ്പോൾ ഒരു കേസ് വന്നപ്പോൾ ഒരു നിയമത്തിനെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അത് വെദർ ദ ജഡ്ജസ് താഴെക്കടയിലുള്ള ജഡ്ജസിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന് നീതി ഉണ്ടോയെന്നോ ന്യായമുണ്ടോയെന്നോ ഒന്നും അവർ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം മേലെ കോടതിയിൽ അത് അങ്ങനെയായിരുന്നു വന്നിരിക്കുന്നത്. സോ ദേ ഹാവ് ടു ഫോളോ ഇറ്റ്.
രണ്ടാമത്തത് പെർസ്വാസീവ് പ്രസിഡന്റ്. പെർസ്വാസീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അയൽവക്കങ്ങളിൽ നടക്കുന്ന കുറേ പ്രസിഡന്റ്, ഫോറിൻ ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഓഫ് കോർട്ട് ഓഫ് ലോവർ കോർട്ട് ഓഫ് സം അതർ സ്റ്റേറ്റ്. ചില എല്ലാ കേസുകളും നമ്മുടെ നാട്ടിൽ നടക്കണമെന്നില്ലല്ലോ, ചിലപ്പോൾ പല 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 സ്റ്റേറ്റിലായിരിക്കും നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നമുക്കെടുക്കാം, ഒരു റെഫറൻസിനായിട്ട് നമുക്കത് എടുക്കാം. പക്ഷെ അവിടെയും ഒറിജിനൽ പ്രസിഡന്റ് തന്നെയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കോടതികൾ സ്വീകരിക്കുക. അതിനെ പഠിച്ചിട്ട് അപ്പുറത്തെ സ്റ്റേറ്റിലെ കോടതി എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചെയ്തത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഫോറിൻ ജഡ്ജ്മെന്റ്സ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് കൊടുക്കാം. അതിനെയാണ് പെർസ്വാസീവ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി പാസീവ്. നമ്മളെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അതിനൊരു റെഫറൻസ് ആക്കി വയ്ക്കാനായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അത് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ദർ ആർ 4 types ഓഫ് പ്രസിഡൻസ്: ഡിക്ലറേറ്ററി പ്രസിഡന്റ് ആൻഡ് ഒറിജിനൽ പ്രസിഡന്റ്. ഡിക്ലറേറ്ററി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, സോ അതിനെ താഴെ കോടതികളിൽ ഫോളോ ചെയ്താൽ ധാരാളം മതിയാവും. ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല, അങ്ങനെ ഒരു സെനാരിയോ വന്നിട്ടില്ല. സോ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വൺസ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് താഴെയുള്ള കോടതികൾ ഫോളോ ചെയ്യേണ്ടി വരുന്നു. സോ അത് പിന്നെ ഡിക്ലറേറ്ററി പ്രസിഡന്റ് ആയിട്ട് മാറുന്നു. അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്തേ പറ്റൂ എന്ന തരത്തിലുള്ള പ്രസിഡൻസ് ആണ്. പെർസ്വാസീവ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ മേലെ കോടതികളിൽ നിയമം എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കീഴെ കോടതികൾ അത് ഫോളോ ചെയ്തേ പറ്റൂ. സോ അതിനെയാണ് അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറയുക. അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് ഇറ്റ് ക്യാൻ ബി ഡിക്ലറേറ്ററി പ്രസിഡന്റ് ഓർ ഇറ്റ് ക്യാൻ ബി ഒറിജിനൽ പ്രസിഡന്റ്. ആപ്ലിക്കേഷൻ വശമാണ് പറയുന്നത് അതോറിറ്റേറ്റീവ് പ്രസിഡന്റ്. അഗൈൻ പെർസ്വാസീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിക്ലറേറ്ററി പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ പ്രസിഡന്റ് ആയിരിക്കാം. പക്ഷെ അവനവൻ്റെ ആ പിരമിഡിലുള്ളതല്ല, അപ്പുറത്തെ ആണ്. ഫോറിൻ ജഡ്ജ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലെ കോടതികളുടെ ആയിരിക്കാം. പക്ഷെ നമുക്കതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. Now the question is, ഈ പ്രസിഡൻസ് എല്ലാം എല്ലാ കോടതികളും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം വരുന്നുണ്ടോ? ചില സമയത്ത് അതിനെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യന് പറ്റും എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ചില സമയത്ത് ഈ പ്രസിഡൻസിൽ നീതിയോ ന്യായമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ക്വസ്റ്റ്യന് ഡെഫിനറ്റ്ലി കോടതികൾക്ക് അത് ഡിഫർ ചെയ്ത് മാറാനുള്ള റൈറ്റ് ഉണ്ട്. Now this ഒരു കേസിലുണ്ട്, നിങ്ങളുടെ നോട്ട്സിലുണ്ടാവുന്നത് ലണ്ടൻ സ്ട്രീറ്റ് ട്രാംവേസ് വേഴ്സസ് ലണ്ടൻ കൗണ്ടി കൗൺസിൽ. ഇത് വന്നിരിക്കുന്നത് 1898 അതിന് ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ കോടതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ലണ്ടൻ സ്ട്രീറ്റ് ട്രാംവേസ് അവരുടെ സ്ഥലം, അവരുടെ ആ ട്രാംവേസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം കുറച്ച് ലണ്ടൻ നഗരം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അതിനകത്തുനിന്ന് ആ സ്ഥലം എടുത്തു. അപ്പം അതിന് ന്യായമായിട്ടും അവർക്ക് കൊടുക്കാനുള്ള തുക, ആ തുകയുടെ മേലെ ഒരു ഡിസ്പ്യൂട്ട് വന്നു. അപ്പം ലണ്ടൻ കൗണ്ടി കൗൺസിൽ പറഞ്ഞത് ഇതായിരുന്നു മേലെ ഞങ്ങൾ പണ്ട് എടുത്തിരുന്ന സമയത്തും ദിസ് വാസ് ദി എമൗണ്ട് വിച്ച് വി ഹാഡ് ഗിവൺ. സോ ഇവിടെയും അത് തന്നെയാണ് ബാധകം. ഞങ്ങൾ ഇതിനു മുമ്പ് നഗരം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നഗര വികസനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലമെടുക്കുന്ന സമയത്ത് ദിസ് വാസ് എ പ്രൊസീജിയർ വിച്ച് വി ഹാഡ് ഫോളോഡ് ആൻഡ് ദിസ് വാസ് എ എമൗണ്ട് വിച്ച് വി ഹാഡ് ഗിവൺ. സോ ദ സെയിം ഇസ് ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ അക്കോർഡിംഗ് ടു ദ പ്രസിഡന്റ്. ഇവിടെയും അത് തന്നെയാണ് ആപ്ലിക്കബിളായി വരുന്നതെന്ന്. സോ ഹീ ക്വസ്റ്റൻഡ് ഇറ്റ്. അത് തെറ്റായിരുന്നു. അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടി വരുമോ എന്ന്. സോ ഇവിടെ ഹൗസ് ഓഫ് ലോർഡ്സ്, അതായത് കൗണ്ടി കൗൺസിലിൽ നിന്ന് മുകളിൽ, കൗണ്ടി കൗൺസിലിൻ്റെ മുകളിലാണ് ഹൗസ് ഓഫ് ലോർഡ്സ്. സോ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഹീ സെഡ് they gave more importance for the correction of an occasional error and that it was bound by its own previous decision except where they had been decided wrong. വളരെ തെറ്റാണ് എന്നുള്ള, അതായത് കംപ്ലീറ്റ്ലി തെറ്റാണ്, ആ പ്രസിഡന്റ് കംപ്ലീറ്റ്ലി തെറ്റാണ് എന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചാൽ പ്രസിഡന്റ് മാറ്റാം. അങ്ങനെ അല്ല എങ്കിൽ ചെറിയ കറക്ഷൻസ് ആണ്, അവിടെ ഇവിടെയുള്ള ചെറിയ അനാസ്ഥയാണ്, ചെറിയതായിട്ട് നമുക്ക് തെറ്റിപ്പോയതാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പ്രസിഡന്റ് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെ മാറ്റാൻ തുടങ്ങിയാൽ പ്രസിഡൻസ് പലപ്പോഴും മാറ്റാനായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റുവാണെങ്കിൽ
അത് ഒരു അടുത്ത ആൾക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന കാര്യത്തിന് ഇന്ന ഔട്ട്കം എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ വിട്ട് കളഞ്ഞേക്ക്. യു ഹാവ് ടു ഫോളോ ഇറ്റ്. വലിയ ഗ്രോസ് നെഗ്ലിജൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണ്, കംപ്ലീറ്റ്ലി തെറ്റാണ് പ്രസിഡന്റ് എങ്കിൽ മാറ്റാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, പ്രസിഡന്റ് തെറ്റാണെങ്കിൽ, അപ്ലൈ ചെയ്തിരിക്കുന്ന നിയമം തെറ്റാണെങ്കിൽ അതിനെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ലണ്ടൻ സ്ട്രീറ്റ് ട്രാംവേസിൻ്റെ കേസ് പ്രകാരം ലണ്ടനിൽ അത് സാധിക്കില്ല. വലിയ തെറ്റുകളാണെങ്കിൽ സാധിക്കും, ചെറിയ തെറ്റുകളാണെങ്കിൽ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ അത് സാധിക്കും. വി ഡു നോട്ട് ഫോളോ or we do not believe that president can't be changed. പ്രസിഡന്റിനെ മറികടക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല, നമ്മുടെ കോടതി വിശ്വസിക്കുന്നേ ഇല്ല. നമ്മുടെ കോടതികൾക്ക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ റൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു നിയമം തെറ്റാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള അധികാരവും കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേയും ഉള്ള കോടതി ചിലപ്പോൾ അവനവൻ തന്നെ വിധിച്ചതായിരിക്കാം, സുപ്രീം കോടതി തന്നെ വിധിച്ച കേസായിരിക്കാം. സെക്കൻഡ് ടൈം അവിടെ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ മുന്നേ അങ്ങനെ വിധിച്ചുപോയി, അതുകൊണ്ട് ആ തെറ്റ് ഇവിടെയും ഫോളോ ചെയ്യണമെന്ന് സുപ്രീം കോടതി പറയില്ല. അവർ ആ കേസിനെ രണ്ടാമത് പഠിച്ച് തെറ്റ് തിരുത്തി പുതിയതായിട്ട് ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും അവിടെ കൊടുക്കുക. അതിൻ്റെ കേസ് ലോ എന്ന് പറയുന്നത് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, വിച്ച് ഹാഡ് ഹാപ്പൻഡ് ഇൻ 1967. ഇവിടെയും കേസ് പ്രോബ്ലം വന്നത് ലാൻഡ് റിഫോംസ് തന്നെയാണ്. ഗോലക്നാഥ് എന്ന് പറയുന്ന ആളൊരു ഫാർമർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു 500 acres ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. ആ ലാൻഡ് റിഫോം വന്നപ്പം സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് അതിനെ എടുത്തിട്ട് പൈസ കൊടുക്കാൻ ശ്രമിച്ചു. അപ്പം നമുക്ക് നേരത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റിൽ. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ലാൻഡ് റിഫോം വന്നിട്ട് ഇവരത് ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കേസ് കൊടുത്തപ്പം സുപ്രീം കോടതിയിൽ ഒരു 11 അംഗ ജഡ്ജുകളുടെ ഒരു കൂട്ടായ്മയാണ് വിധി കൽപ്പിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള വിധി, ഇതിനു മുമ്പ് ഒരു ശാസ്ത്രികളുടെ വിധി വന്നിട്ടുണ്ടായിരുന്നു, ആ വിധി പോലെയല്ല അമെൻഡ് ചെയ്യാം. അമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ന് മുതലാണത് പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എന്നുകൂടെ ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് കോടതിക്കുണ്ട്. സോ സുപ്രീം കോടതി പറഞ്ഞു, ഇതിനു മുമ്പ് വന്ന വിധിയെല്ലാം അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെ ഫോളോ ചെയ്തോളൂ. അതായത് പഴയ പ്രസിഡന്റ് എന്താണ് അത് തന്നെ ഫോളോ ചെയ്തോളൂ. പക്ഷേ എന്നാൽ ഇനി അങ്ങനെ വരുന്ന കേസുകൾക്ക് അതായിരിക്കില്ല നിയമം എന്ന് പറഞ്ഞു. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ഒരു കേസ് ലോ ഉണ്ടായിട്ടുണ്ട്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ലോ. അതും കൂടെ റെഫർ ചെയ്യാം. അതും സെയിം തന്നെയാണ്. ഈ ലാൻഡ് റിഫോംസ് വന്നപ്പം കേശവാനന്ദ ഭാരതിയുടെ മഠം എടുക്കാനായിട്ട് തീരുമാനമായി. ആ തീരുമാനമായ സമയത്ത് അദ്ദേഹം കോടതിയിലേക്ക് പോയപ്പോൾ അതിന് മുന്നേ എടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്, ലൈക്ക് അതിന് മുന്നേ സ്ഥലമെടുപ്പ് നടന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയായിരുന്നു അതിൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് അവിടെയും ക്വസ്റ്റ്യൻ വന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ഉണ്ടോ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷന് കാരണം പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടല്ലോ, ഫണ്ടമെൻ്റൽ റൈറ്റ് ആണല്ലോ, റൈറ്റ് ടു ഹോൾഡ് പ്രോപ്പർട്ടി. അപ്പം അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കുറേ ഡിസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്ത് ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്ത് മാറ്റപ്പെടുകയും അതിനുശേഷം ഇന്ന് മുതൽ ഇതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് ഇന്നതാണ് അതിൻ്റെ നിയമം എന്ന് പറയുകയും ചെയ്തു. സോ ഈ 2 കേസ് ലോസ് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. സോ ലെറ്റ് us quickly wrap up our class. നമ്മൾ ഇന്ന് പഠിച്ചത് ജൂറിസ്പ്രൂഡൻസ് എന്താണെന്നാണ്, അതായത് ലോ എന്താണ് എന്നാണ്. 5 ജൂറിസ്റ്റിൻ്റെ തിയറിയാണ് നമ്മളിവിടെ പഠിച്ചത്. ജോൺ ഓസ്റ്റിൻ എന്ന് പറയുമ്പോൾ കമാൻഡ്, സൊവേറിയൻ ആൻഡ് സാങ്ഷൻ. അതിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. 3ാമത് സാൽമൻഡിൻ്റെയാണ്. സാൽമൻഡ് പറഞ്ഞിരിക്കുന്നത് കോടതി എന്താണ് വിധിക്കുന്നത് ഡിസ്പ്യൂട്ട് വരുമ്പോൾ അതാണ് നിയമം എന്നുള്ളതാണ്. അവിടെയും ബാക്കിയുള്ള കോടതി വിധിക്കാത്ത കാര്യങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നില്ല. ദെൻ കംസ് ഹോളണ്ട് കുറച്ചുകൂടി ഓസ്റ്റിനായിട്ട് കുറച്ചും കൂടി റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്, what was Holland's theory? Holland's theory says it is ഒരു എക്സ്റ്റേണൽ കണ്ടക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, സുപ്രീം പവർ എക്സ്റ്റേണൽ കണ്ടക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് 3ഉമാണ് നിങ്ങളെ സംബന്ധിച്ചോളം പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബ്ലാക്ക് സ്റ്റോൺ കണക്റ്റഡ് ടു ദ ഗോഡ്.
ആൻഡ് കെൽസൺ കണക്റ്റഡ് ടു ദ പിരമിഡ്. സോ അത് രണ്ടും ഗ്രണ്ണോം ആണെങ്കിലും സുപ്രീം തിയറി ആണെങ്കിലും ഇത്തിരി ബാക്കോട്ടാണ്. ആദ്യത്തെ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ വി ലേൺ 2 ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലോ. ഒന്ന് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അധികാരപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമവും അതിൻ്റെ ആ ഒരു ഫോർമാലിറ്റിയിലൂടെ പോയി ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമവും ഡിക്ലറേറ്ററി ലെജിസ്ലേഷൻ. അവർ അതിൻ്റെ ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് താഴെ ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നു. അത് ഡിക്ലറേറ്ററി ലെജിസ്ലേഷൻ. ആൻഡ് ദെൻ വി ലേൺ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൻപേ വിധിക്കപ്പെട്ടിട്ടുള്ള നിയമം. എങ്ങനെയാണ് ഒരു കേസ് വരുമ്പോൾ, ഒരു സിനാരിയോ വരുമ്പോൾ ഒരു നിയമം അപ്ലൈ ചെയ്യുന്നത്, അത് തന്നെയാണ് താഴെയുള്ള ആൾക്കാർക്കും ബാധകമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതും ഡയറക്റ്റ് ആയിട്ടുള്ളതുമുണ്ട്, ഒറിജിനൽ ആയിട്ടുള്ളതുമുണ്ട്, ഡിക്ലറേറ്ററി ഉണ്ട്. ഡിക്ലറേറ്ററി എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആ സിനാരിയോ പുതിയതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? വൺസ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവരും ഫോം ചെയ്യണം. ആൻഡ് ദെൻ കംസ് അതോറിറ്റേറ്റീവ് ആൻഡ് പെർസ്വാസീവ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് എല്ലാ കോടതികളും ഫോളോ ചെയ്യേണ്ടത്. പെർസ്വാസീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കോടതികളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ ജഡ്ജ്മെന്റ്സ് നമ്മൾ അതിനെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പ്രസിഡന്റിനെ തിരുത്താനുള്ള റൈറ്റ് ഇന്ത്യൻ കോടതികൾക്ക് ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ലേൺഡ് ടുഡേ. താങ്ക് യു.